ഹായ് ഗൈസ്, ഇങ്ങനെ ഇരുന്നപ്പോൾ സൺഡേ എന്ത് ചെയ്യും സ്പെഷ്യൽ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോൾ ചിക്കനും കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റീൽ കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ച് അതെൻ്റെ മൈൻഡിൽ അങ്ങനെ വന്നു. അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ ഞാൻ ബർഗർ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു രീതിയിൽ വന്ന് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ബർഗർ ഉണ്ടാക്കിയാണെന്ന് തീരുമാനമാക്കി. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും. അപ്പം ഞാൻ എല്ലാം ഞാൻ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാ സൺഡേയിലും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഞാൻ വീട്ടിൽ തിന്നാത്ത അമ്മയും അച്ഛനും ഒന്നും തിന്നാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ചില സമയത്ത് മോമോസ് അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും കൊണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഇവരാരും ബർഗർ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ ഞാൻ വീട്ടിലങ്ങനെ അതിനൊന്നും ഉണ്ടാക്കി കൊടുക്കാറ്, നമ്മൾ പുറത്ത് പോയി കഴിക്കുക അല്ലാതെ ഇവർക്കാൻ അങ്ങനെയൊന്നും മേടിച്ചൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ അവരങ്ങനെ തിന്നൂല. അപ്പം ഞാൻ എന്നാൽ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കിയാലോ. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ചേച്ചിയുടെ കൊച്ച്, ഹസ്ബൻഡ്, ഞാൻ, ചേട്ടൻ, അമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ഉണ്ടാക്കിയാലോ എന്നോർത്ത് അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. പക്ഷേ ട്രൈയിൽ ആ സാധനം അടിപൊളിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങ് ചെറിയൊരു ഉപ്പുണ്ടായിരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി. എന്ത് പറയണമെന്ന് അറിയത്തില്ല. ചെറിയൊരു രീതി തുടങ്ങിയതാണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടെ. അതിൻ്റെ ബാക്കി ഞാൻ കൊണ്ട് മോമോസ് ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്തയിലിരുന്ന് കുറച്ച് 4 ബണ്ണേ ഉള്ളായിരുന്നു. ആ 4 ബണ്ണിൽ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 8 പേരും ലാസ്റ്റ് അത് മുറിച്ച് പിന്നെ കേക്ക് മുറിക്കുന്ന കണക്ക് എല്ലാം മുറിച്ചാണ് എല്ലാവരും തിന്നത്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വീട്ടിലിങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞേ. നാട്ടിൻപുറമാണ്, ഇവിടെ അങ്ങനെ ബർഗർ സാധനങ്ങളൊന്നും കിട്ടില്ല, ഓർഡർ ചെയ്താലും സാധനമൊന്നും വരില്ല, കൈനീര് വരെ വരത്തുള്ളൂ. അവിടെ നമുക്ക് ബോട്ട് കയറി ചെന്ന് മേടിക്കാൻ പറ്റണ കാര്യമില്ല. അവർ അപ്പോഴേ പോവും, ഒന്നുകിൽ ക്യാൻസൽ ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ അത് വരുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ അവിടെ പോയി നിൽക്കണം. ഞാൻ ഇങ്ങനെ ആലോചിച്ച് വീട്ടുകാരോട് പറഞ്ഞ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞേ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് നീ തുടങ്ങിക്കോ, വീട്ടുകാർ അതിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ